trying to study for long hours. Topics പറയണമെന്നൊക്കെ ഞാൻ ഓൾറെഡി ഇത് എല്ലാത്തിനും ഒരു പ്രെപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾ ആദ്യമായിട്ടാണ് പഠിച്ചു തുടങ്ങണം, നിങ്ങൾ put your efforts, okay? അപ്പോൾ ഫസ്റ്റ് ആണ് want to study, that's why you're watching this video. ഈ പറയുന്ന പൊമോഡോറോ മെത്തേഡ് വളരെ സസ്റ്റൈനബിൾ ആയിരിക്കില്ല, ബിക്കോസ് നമ്മളിപ്പോൾ ഒരു എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല മോട്ടിവേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ കോസി വൈബ് ഒക്കെ ചെയ്ത് കോസി മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ അവർ ബെഡിൽ ഇരുന്നാലും നല്ല അടിപൊളിയായിട്ട് പഠിച്ച് അവർ നല്ല അടിപൊളിയായിട്ട് മാർക്ക് മേടിക്കും. നമുക്ക് അതിന് എന്താണ് ഔട്ട്കം കിട്ടണേ അതിലാണ് കാര്യം. ChatGPT ഉണ്ട്, കുറെ ഇതുപോലത്തെ കുറെ ഇല്ല. നിങ്ങളൊരു ബുക്ക് അടച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് വേറെ ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പ്ലേ വിത്ത് ലേണിംഗ്, ഓക്കെ? പഠിക്കുന്ന കാര്യം തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തന്നെ അത് കുറച്ചുകൂടി എളുപ്പത്തിൽ ഗ്രാബ് ചെയ്യാം. ആ കംഫർട്ട് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. If you want to do something better in your life, just compare yourself with yesterday's you. Hey guys, welcome back to my channel. So if you're watching this video, probably നിങ്ങളുടെ എക്സാമിന്റെ ഡേറ്റ് അടുത്ത് കാണും and you're trying to study for long hours. But നിങ്ങളുടെ മൈൻഡ് ടയേർഡ് ആണ്, നിങ്ങളുടെ ബോഡി ടയേർഡ് ആണ് and നിങ്ങൾക്ക് മോട്ടിവേഷൻ ഇല്ല. നിങ്ങളുടെ മോട്ടിവേഷൻ is like sleeping on the bed. But don't worry, ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും how to study for long hours without feeling dead inside. Well, ഈ വീഡിയോന്റെ എൻഡിൽ ഞാൻ കണ്ടിരുന്ന കുറച്ച് സീരീസ്, ഈ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാനും സ്ട്രെസ് ഫ്രീ ആക്കാനും കണ്ടിരുന്ന കുറച്ച് സീരീസിനെ പറ്റിയും ഞാൻ പറയുന്നുണ്ട്. ഓൾറെഡി ഞാൻ എൻ്റെ ഐപാഡിൽ കുറച്ച് ലിസ്റ്റുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെ പറയണം, എന്തൊക്കെ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് ഇങ്ങനെ ടോപ്പിക്സ് പറയണം എന്നൊക്കെ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. സോ വിൽ ഗോ ത്രൂ ദാറ്റ്. സോ ഗ്രാബ് എ കപ്പ് ഓഫ് കോഫി, ടേക്ക് യുവർ നോട്ട്ബുക്ക് ആൻഡ് let's do this. Also, please don't mind the appearance and all, because ഇതൊരു എൻ്റെ ഒരു ലൈഫിലെ ബിസി ഷെഡ്യൂൾ ആണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ടൈം ഉണ്ടാക്കി I do love to make YouTube videos, so I am making time for everything. So yeah, ടൈം കളയാണ്ട് തന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയി. ആൻഡ് ഓൾസോ ദ സെറ്റപ്പ് ഇസ് ന്യൂ. ഇതൊരു പുതിയ ലൊക്കേഷൻ ആണ്, അതുകൊണ്ട് you might feel something different and something off because I'm not wearing anything like makeup. I'm not wearing makeup, so yeah, just bear with me. But I'm gonna tell you the valuable information that you can apply in your life. First point is preparing for long study hours. എല്ലാത്തിനും ഒരു പ്രെപ്പ് ഉണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പോകുമ്പോൾ തന്നെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ. ഏത് സബ്ജക്റ്റാണ് നമുക്ക് വേണ്ടതെന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചധികം പ്രിപ്പയർ ചെയ്യണം. അപ്പം അതിന് വേണ്ടി നമ്മൾ ചെയ്യണം കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഫസ്റ്റ് വൺ ഇസ് സ്റ്റാർട്ട് സ്മോൾ ആൻഡ് പ്ലാൻ യുവർ ഡേ ഇൻ ടു സ്റ്റഡി ബ്ലോക്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾ ആദ്യമായിട്ടാണ് പഠിച്ചു തുടങ്ങണേ, നിങ്ങൾക്ക് അധികം നേരെ ഇരുന്നൊന്നും നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല. ബട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ കാണുന്നത്. സോ പുട്ട് യുവർ എഫേർട്സ്, ഓക്കെ? അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളൊരു 1 hour ടൈമർ വെച്ചിട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. അതെന്നിട്ടൊരു 20 minute ഒരു 10 minute റെസ്റ്റ് എടുക്കാം. അതുപോലെ തന്നെ 1 hour അടുത്ത ടൈം വെച്ചിട്ട് പഠിക്കുക, 10 minute റെസ്റ്റ് എടുക്കുക. അങ്ങനെ ഒരു 2 ദിവസം ഇതുപോലെ ചെയ്തിട്ട് അവേഴ്സ് കൂട്ടി കൊടുക്കുക, ലൈക്ക് 2 hours. എനിക്കിത് ശീലമായതുകൊണ്ട് ഞാനൊരു 4 hour കംപ്ലീറ്റ് സ്ട്രെയിറ്റ്ലി ഇരിക്കാൻ നോക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഇരുന്ന് പഠിക്കാറുണ്ട്. ആൻഡ് ഐ ജസ്റ്റ് എൻജോയ് ദാറ്റ് ബിക്കോസ് ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഇന്നെ തന്നെ ട്രീറ്റ് ചെയ്യും. സോ എനിക്കതൊരു എന്തോ പ്രൊഡക്റ്റീവ് എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ആ ഡേയിൽ ചെയ്ത ഒരു പ്രൊഡക്റ്റീവ് കാര്യമായിട്ടാണ് എനിക്ക് തോന്നിക്കാറ്. സോ അതിനൊരു ഹെക്ടിക് രീതിക്ക് ഞാൻ എടുക്കാറില്ല പഠിക്കണേന്. ഒബ്വിയസ്ലി ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എന്തായാലും സ്റ്റഡി മൈൻഡ് സെറ്റോടെ ആയിരിക്കും കാണുന്നുണ്ടാവും. എന്തായാലും വെറുതെ എന്താ പറയണത് നോക്കാൻ വേണ്ടിയിട്ടല്ല കാണുന്നുണ്ടാവും. യു want to study, that's why you're watching this video, so that makes the whole point, okay? Appo just start from the small blocks, okay? 1 hour padikka, 10 minute rest edukka. A 10 minute ningalku endannu cheyam. If you want to eat a chocolate, just eat that chocolate, okay? exam aanu ningalku important aayittu karyam varannu vecha diet is fine. chocolate inde vera alternatives undengi adu try cheyan nokka. But still ഇപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് കഴിച്ചേ പറ്റുന്ന വെച്ചാൽ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് കഴിക്കുക. ദാറ്റ്സ് വാട്ട് ഐ ഡു. സോ ഫൈൻഡ് ദ അൾട്ടർനേറ്റീവ്സ് ഓഫ് ഹെൽത്തി വേ, ബട്ട് അറ്റ് ദ സെയിം ടൈം ട്രീറ്റ് യുവർ സെൽഫ് ബെറ്റർ, ഓക്കെ? പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ മെത്തേഡാണ് പൊമോഡോറോ മെത്തേഡ്. പിന്നെ ഈ പറയുന്ന പൊമോഡോറോ മെത്തേഡ് എപ്പോഴും എന്താ പറയുക സസ്റ്റൈനബിൾ ആയിരിക്കില്ല. ബിക്കോസ് നമ്മളിപ്പോൾ ഒരു 30 minutes ടൈമർ വെച്ചിട്ട് നമ്മൾ പഠിച്ചു എന്ന് വിചാരിക്കും. നമ്മൾ പഠിക്കുമ്പോൾ ഇനീഷ്യൽ ഫേസ് നമ്മുടെ കുറച്ച് ഡൗൺ ആയിരിക്കും. ലൈക്ക് നമ്മൾ സ്ട്രെസ് എടുത്തിട്ടാണ് പഠിക്കണേ. ഒരു പേസ് എത്തുമ്പോഴാണ് നമുക്കതൊരു പഠിക്കാനായിട്ടൊരു മൂഡ് വരാം. അപ്പോൾ ആ മൂഡ് വരുമ്പോഴേക്കും ആ ടൈം അവസാനിപ്പിക്കുമ്പോൾ ലൈക്ക് പൊമോഡോറോയിലും ആ ടൈം അവസാനിക്കുള്ളൂ 30 minutes. മേക്ക് എ ടൈം, ഓക്കെ? പൊമോഡോറോയിൽ തുടങ്ങാം. ബട്ട് നിങ്ങൾക്കൊരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല മോട്ടിവേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു 20 minutes കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുക്കാം. ബിക്കോസ് ആ ഒരു ഗ്യാപ്പിൽ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് അവിടെ അവസാനിക്കാണ്ട് ജസ്റ്റ് കുറച്ച് 20 minutes കൂടി എക്സ്ട്രാ കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ യു വിൽ ഗെയിൻ എ ലോട്ട് ഫ്രം ദാറ്റ്. ഇപ്പോൾ നിങ്ങളൊരു വൈബൊക്കെ സെറ്റ് ചെയ്യാൻ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു ക്ലീൻ ആയിട്ടൊരു സ്പേസ് വേണം. ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് ക്ലീൻ ആയിട്ട് എൻ്റെ അടുത്തിരിക്കണ സ്പേസും ഒക്കെ എൻ്റെ അടുത്തിരിക്കണ തിങ്സും ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് നല്ല ക്യൂട്ടായിട്ടിരിക്കാൻ എനിക്ക്
കാണാൻ എനിക്ക് ആഗ്രഹമുള്ള ആളായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വൈബിൻ്റെ ആളാണ്. അപ്പോൾ ഞാൻ കുറച്ച് നല്ല കോസി വൈബൊക്കെ ചെയ്ത് കോസി മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത് ലൈക്ക് ഒരു വൈറ്റ് നോയ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പിയാനോട് സൗണ്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ പഠിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്ത് പഠിക്കുക. ബട്ട് എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ കോസിനെസ്സിന് ഒരു മൂഡ് ഉണ്ടാവില്ല. എക്സാമിന് ഒരു 10 days ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് റഷിലായിരിക്കും. അപ്പോൾ ആ ടൈമിൽ ഇത് പറ്റില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സ്പേസ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയാൽ തന്നെ നിങ്ങളുടെ മൈൻഡ് തന്നെ ഒരു ക്ലട്ടർ ഫ്രീ ആവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലീൻ വൈബ് കിട്ടും. അപ്പോൾ ആ ക്ലീൻ വൈബ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ഇൻഫോർമേഷൻ ഗ്രാബ് ചെയ്യാൻ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് ഇഫ് യു ആർ ലൈക്ക് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ അവരിപ്പോൾ ബെഡിലിരുന്നാലും നല്ല അടിപൊളിയായിട്ട് പഠിച്ച് അവർ നല്ല അടിപൊളിയായിട്ട് മാർക്ക് മേടിക്കും. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനനുസരിച്ചിരിക്കും എങ്ങനെ പഠിക്കണം എന്ന്. ഇപ്പം നിങ്ങൾ കുറച്ചധികം ഫോണൊക്കെ അഡിക്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് കീപ് യുവർ ഫോൺ അവേ. വേറൊരു ഡ്രോയറിലൊക്കെ വെക്കാൻ നോക്കുക. ഞാൻ അത്രയ്ക്ക് അഡിക്റ്റഡ് അല്ല ഫോണിന്. ബിക്കോസ് ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ എന്നെ തന്നെ അങ്ങനെ മെസ്സേജസോ അല്ലെങ്കിൽ അതിനത്രയ്ക്ക് അഡിക്ഷൻ എനിക്കില്ല. ബിക്കോസ് എൻ്റെ മൈൻഡ് എൻ്റെ ഫോക്കസ് ഒക്കെ ഫുൾ പ്രൊഡക്ടിവിറ്റി രീതിക്ക് പോയ കാരണം ഐ ജസ്റ്റ് ഡോണ്ട് മൈൻഡ് അബൌട്ട് വാച്ചിങ് റാൻഡം റീൽസ് ഫോർ ലൈക്ക് ഹോൾ ഡേ. ഞാൻ സോ ആ ടൈമിലൊക്കെ ഞാൻ ജസ്റ്റ് ഫോണൊന്ന് മാറ്റി വയ്ക്കും. ഇപ്പം അങ്ങനത്തെ വല്ല അഡിക്ഷൻ വരാണെങ്കിൽ തന്നെ ഐ ജസ്റ്റ് കീപ് ദ ഫോൺ അവേ ഫ്രം മീ. അപ്പോൾ നിങ്ങളുടെ അടുത്തുനിന്ന് തന്നെ ആ ഒരു ഡിസ്ട്രാക്ഷൻ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും പഠിക്കാനും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഗെയിൻ ചെയ്യാനും നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനൊക്കെ. ആ ഡിസ്ട്രാക്ഷൻസ് അതിപ്പോൾ ഫോൺ മാത്രമല്ല, അതിപ്പോൾ ആരാണെങ്കിലും പേഴ്സൺ ആണെങ്കിലും തിങ്സ് ആണെങ്കിലും ആരാണെങ്കിലും ആ ഡിസ്ട്രാക്ഷൻ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യണം വരെ ഒന്ന് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഒന്ന് നേടിയെടുക്കാൻ പറ്റും. ഹൗ ടു സ്റ്റഡി എഫക്റ്റീവ്ലി. ലോങ് അവർ സ്റ്റഡിനെക്കാട്ടും ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഹൗ ടു സ്റ്റഡി എഫക്റ്റീവ്ലി ആണ്. ബിക്കോസ് കുറേ നേരം പഠിച്ചുകൊണ്ട് കാര്യമല്ലല്ലോ, നമ്മളെങ്ങനെ പഠിക്കണു, നമുക്കതിൽ നിന്ന് എന്താണ് ഔട്ട്കം കിട്ടണേ, അതിലാണ് കാര്യം. സോ എഫിഷ്യൻസി ഈസ് ദ മെയിൻ തിങ്. ഓക്കെ, അപ്പോൾ കുറേ നേരം പഠിക്കുക ഇൻ ദ സെൻസ് എൻ്റെ കുറേ നേരത്തെ പഠിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ കുറേ അങ്ങോട്ട് പോർഷൻസ് കംപ്ലീറ്റ് ആക്കല്ല. ഒരു ടോപ്പിക്ക് തന്നെ അതിൻ്റെ എല്ലാ ഭാഗം ലൈക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ എല്ലാ ഭാഗവും ഞാൻ ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യും. ടൈം എടുത്തത് മനസ്സിലാക്കി കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഈ 4 hours നടക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഒറ്റ സബ്ജക്റ്റ് ഞാൻ 4 hours കംപ്ലീറ്റ് ആക്കണം എന്നല്ല പറയണേ. ഐ കംപ്ലീറ്റ് ഇറ്റ് വെരി ക്ലിയർലി. അപ്പോൾ അത്രയേ ഉള്ളൂ. 4 hours അല്ലെങ്കിൽ 2 hours കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ആ ഒരു ചെറിയ പോർഷൻ നിങ്ങൾ നൈസായിട്ട് നല്ല വൃത്തിക്ക് അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് ചാറ്റ് ജിപിടിയിൽ ചോദിക്കാം. ഈ ഒരു ടോപ്പിക്കിൽ വന്ന +2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഗൂഗിളോ ചാറ്റ് ജിപിടിയിലൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ഔട്ട് ചെയ്യും. വി ആർ വെരി ബ്ലെസ്ഡ്. ഓക്കെ, നമുക്കിപ്പോൾ AI ഉണ്ട്, ചാറ്റ് ജിപിടി ഉണ്ട്, കുറേ ഇതുപോലത്തെ കുറേ AI പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ സോ യൂസ് ഇറ്റ് പ്രോപ്പർലി. എങ്ങനെ ഇതൊക്കെ ഓർത്ത് വെക്കാം, പഠിച്ചത് എങ്ങനെയൊക്കെ ഓർത്ത് വെക്കാം എന്നുള്ള കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ജസ്റ്റ് വായിച്ചുകൊണ്ട് കാര്യമില്ല, കുറേ നേരം ഇരുന്ന് പഠിച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങളൊരു ബുക്ക് അടച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് വേറൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അത് ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പ്രോസസ് ചെയ്യുക. അതിന് ശേഷം മാത്രമാണ് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. സോ ഇറ്റ്സ് ലൈക്ക് ഡോണ്ട് ജസ്റ്റ് റീഡ്, ജസ്റ്റ് റീകോൾ ആൻഡ് ഓൾസോ ടീച്ച് സംവൺ എൽസ്. ഇപ്പോൾ ഒരു ഫ്രണ്ട് ഇല്ലാന്ന് വിചാരിച്ചാൽ ഒരു ഇമാജിനറി ഫ്രണ്ടിനെ ഉണ്ടാക്കുക. ലൈക്ക് ടീച്ച് സം ഡോൾസ് ലൈക്ക് them, like you can teach dolls, right? Just do it, like play along. നമ്മളിങ്ങനെ ജസ്റ്റ് പ്ലേ വിത്ത് ലേണിംഗ്. ഓക്കെ, പഠിക്കണ കാര്യം തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തന്നെ അത് കുറച്ചുകൂടി എളുപ്പത്തിൽ ഗ്രാബ് ചെയ്യാൻ പറ്റും. എനിക്കറിയാം നമുക്ക് പലവർക്കും നമ്മൾ പഠിക്കണം ഇപ്പോൾ സബ്ജക്ട്സ് ഒന്നും ചിലപ്പോൾ ഇഷ്ടമായെന്ന് വരില്ല. ബട്ട് വി ഓൾറെഡി ചോസ് ദാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത്ര വർഷം വേസ്റ്റ് ആവുന്നുണ്ട് എന്തായാലും. സോ ജസ്റ്റ് ലേൺ ഇറ്റ്. ജസ്റ്റ് അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ നോക്കുക. അതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. സോ അതിനെ ഇഷ്ടപ്പെട്ടൊന്ന് പഠിക്കാൻ നോക്കാം. ബിക്കോസ് നമുക്ക് വേറെ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല, നമ്മൾ എന്തായാലും ആ ഒരു സബ്ജക്റ്റ് എടുത്തു. സോ ജസ്റ്റ് ട്രൈ ടു ലേർവ് ഇറ്റ്. ഓക്കെ, യു വിൽ ലേർവ് ഡ്യൂറിങ് ദ പ്രോസസ്. ഇപ്പോൾ എനിക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് സോഷ്യൽ എന്നൊക്കെ പറയുന്നത്. ബട്ട് അത് പഠിക്കുമ്പോൾ അതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടി വരുന്നുണ്ടായിരുന്നു. സോ അത് നമ്മളൊന്ന് തൊട്ട് നോക്കിയാലാണ് നമുക്ക് അതിനോടുള്ള ക്യൂരിയോസിറ്റി ഇൻട്രസ്റ്റ് വരുള്ളൂ. സോ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. ഓക്കെ, സ്വിച്ച് സബ്ജക്ട് സ്മാർട്ട്ലി. ഇപ്പം നിങ്ങളൊരു മാത്സ് പഠിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കണം, ഒരു പ്രോബ്ലമിൽ ഭയങ്കര സ്റ്റക്കാണ്, നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് നിങ്ങളുടെ മൈൻഡൊക്കെ ഡ്രെയിൻ ആയെന്ന് വിചാരിക്കുക. സെലക്ട് അതർ സബ്ജക്റ്റ്. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷോ ലാംഗ്വേജസ് നിങ്ങൾ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് പകരം സയൻസോ അതൊക്കെ ചൂസ് ചെയ്യാം. സയൻസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് സയൻസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കംഫർട്ട് സബ്ജക്റ്റ് ആയിരുന്നു. സോ നമുക്ക് ഓരോരുത്തർക്കും ഒരു കംഫർട്ട് സബ്ജക്റ്റ് ഉണ്ടാവും. നമുക്ക് താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അത് പറ്റണില്ലെങ്കിൽ കംഫർട്ട് സബ്ജക്റ്റിലേക്ക് പോകാം. നമ്മൾ വിചാരിക്കും ഈ കംഫർട്ട് സബ്ജക്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും, അപ്പോൾ ലാസ്റ്റിലേക്ക് പഠിച്ചാൽ മതി. ബട്ട് നോ, നിങ്ങളുടെ ആ കംഫർട്ട് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
സോ അതിനെ നമ്മൾ റീകോൾ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് നല്ലോണം മെമ്മറൈസ് ചെയ്ത് നമുക്ക് എക്സാമിന്റെ സമയത്ത് ഒറ്റയടിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, പയ്യെ പഠിച്ചാൽ മതി. ഓൾസോ യു ലവ് ദാറ്റ് സബ്ജക്ട്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഡോണ്ട് എയിം ഫോർ പെർഫെക്ഷൻ, എയിം ഫോർ പ്രോഗ്രസ്. എപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആവാൻ നോക്കാണ്ട് പ്രോഗ്രസ് ആവുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. ലൈക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ റാൻഡമായിട്ട് ChatGPT ആ പോർഷൻ എടുത്തിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ChatGPT തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ മേക്ക് സെൻസ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യുമ്പോൾ. ബിക്കോസ് നമ്മൾ ജസ്റ്റ് വായിച്ച് കാണാപ്പാടം പഠിക്കണേക്കാട്ടും നല്ലത് ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു രീതിക്കല്ലേ വരണേ. സോ ട്രൈ ഇറ്റ് ലൈക്ക് വൈസ്, ആസ്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ദാറ്റ്. ആൻഡ് അതായിരിക്കും കുറച്ചുകൂടി ഈസി വേ. ആൻഡ് ഓൾസോ നമുക്കത് അതിൽ കുറച്ച് ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് നമുക്ക് കൊടുക്കാനും പറ്റും. റാദർ ദാൻ ജസ്റ്റ് റീഡിങ് ദാറ്റ് റാൻഡം paragraph. That whole paragraph will be just a kind of boring shit. So just ask questions and learn from that. You see, there are people അല്ലെങ്കിൽ കുറേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ I will give you an example, okay? ഇപ്പോൾ for example there is Priya and Riya, okay? Priya is like കാലത്ത് എനിക്കുക, കൂളാവുക, ലൈക്ക് ഒരു 5 മണിക്ക് 6 മണിക്കൊക്കെ എനിക്കുക, ഒരു അവർ പഠിക്കുക, അത് കഴിഞ്ഞിട്ട് ഫ്രഷ് ആവുക, അവളുടെ കാര്യങ്ങൾ ചെയ്യാം. അവൾക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടാവും. ലൈക്ക് ഇഫ് ഷീ വോണ്ട്സ് ടു ഗെറ്റ് ഗ്രൂംഡ് ഓർ ഇഫ് ഷീ വോണ്ട്സ് ടു വെയർ എ ക്യൂട്ട് ഡ്രസ് ആൻഡ് ഷീ വിൽ ബി ലൈക്ക് ഗോയിങ് ടു സ്കൂൾ ആൻഡ് വാട്ട് എവർ ലൈക്ക് ദാറ്റ്. ആൻഡ് കുറച്ചുകൂടി റിലാക്സ് മൈൻഡ് സെറ്റാണ്. വരുമ്പോൾ ഒരു ടീ കപ്പ് ഓഫ് കോഫിയൊക്കെ കുടിക്കുക, അത് കഴിഞ്ഞിട്ട് ചില്ല് ചെയ്യുക വീട്ടുകാരുടെ കൂടെ, പാരൻസിൻ്റെ കൂടെ ചില്ല് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ആൻഡ് ഷീ വിൽ സെറ്റ് എ ടൈം ഫോർ അനദർ 2 hours. ലൈക്ക് ഒരു 2 മണിക്കൂർ എക്സ്ട്രാ പഠിക്കുക, സെഷൻ ഉണ്ടാക്കുക, പഠിക്കണം, ഒരു ടൈം ബ്ലോക്ക് ഉണ്ടാക്കി അതിൽ പഠിക്കുക. ലൈക്ക് ഷീ ഈസ് ഫോക്കസ്ഡ്. അവൾക്കൊരു ബാലൻസ് ഉണ്ട് എല്ലാത്തിൻ്റെയും. ലൈക്ക് പഠിക്കണതിന് ബാലൻസ് ഉണ്ട്, ഫാമിലിക്ക് ടൈം സ്പെൻഡ് ചെയ്യണതിന് ബാലൻസ് ഉണ്ട്, ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പിന് ടൈം സ്പെൻഡ് ചെയ്യാൻ ബാലൻസ് ഉണ്ട്. സോ ദാറ്റ്സ് പ്രിയ. വെൽ, ഇൻ കേസ് ഓഫ് പ്രിയ, അവൾ ഒരു ഓക്കെ 5 മണിക്ക് തന്നെ എണീറ്റു, ഭയങ്കരമായിട്ട് സ്ട്രെസ്സായിട്ട് പഠിക്കുകയാണ്. ഇതിന് മാർക്ക് മേടിക്കണം എന്ന് വിചാരിച്ച് പഠിക്കണു. കാലത്ത് എണീക്കുമ്പോൾ തൊട്ടുള്ള സ്ട്രെസ്സാണ്. അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാനും അതിൽ തൊട്ട് 5 മിനിറ്റ് മുമ്പ് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് നേരം വീട്ടിൽ കംപ്ലയിൻറ്റ് ചെയ്യുക, എനിക്ക് പഠിച്ചിട്ടൊന്നും കിട്ടണില്ല, തലയിൽ കയറണില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്കൂളിൽ വന്നിട്ട് വീണ്ടും പഠിക്കുക, ഒന്നും കിട്ടണില്ല. അത് കഴിഞ്ഞിട്ട് ഇത് വെച്ചിട്ട് ഇപ്പോൾ റിയും പ്രിയും ഫ്രണ്ട്സ് ആണെങ്കിൽ പ്രിയൻ്റെ മാർക്ക് വെച്ചിട്ട് കമ്പയർ ചെയ്യുക. ആൻഡ് you know, doesn't make any sense, okay? So here a situation, it's always student is who's gonna win because she do love to study and she balance everything. She is happy from inside, whereas student B is like in a stress mode. She herself is comparing to student A. What she should do is അവളുടെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അവളുടെ ഒരു കേപ്പബിലിറ്റിക്ക് ഉള്ളിൽ പഠിച്ച് അവളുടെ പ്രോഗ്രസ് അവൾ നോട്ട് ചെയ്യണം. She should compare herself with herself. ഇന്നലത്തെ നിന്നെ വെച്ചിട്ട് വേണം നീ കമ്പയർ ചെയ്യണം, അല്ലാണ്ട് വേറെ ഒരാളെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. നമുക്ക് കൂടുതൽ സ്ട്രെസ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ദാറ്റ്സ് വാട്ട് ഐ വോണ്ട് ടു ടെൽ, ഓക്കെ? കുറേ പിള്ളേരും പാരൻസും ഒക്കെ ഇപ്പോൾ പിന്നെ കുറേയൊക്കെ ആൾക്കാർക്ക് അവയർനെസ് കൊടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ പീപ്പിൾ ഡു സച്ച് തിങ്സ്, ഓക്കെ? വെൻ ഐ വാസ് സ്റ്റഡിങ് ഇൻ മൈ സ്കൂൾ ലൈഫ്, ഐ വാസ് ലൈക്ക് വെരി ഫ്രീ ആൻഡ് ഞാൻ അത്ര പഠിക്കാൻ സ്ട്രെസ്ഡ് അല്ലായിരുന്നു. ബട്ട് there was someone who I know and she was like constantly comparing to my marks and also it doesn't make sense. And one day we were like friends and one day she just stopped talking to me because her mother was comparing with my marks, okay? So obviously avalku bhayangara stress ai. At the end of the day she just don't like me and I got hurt because I consider her as a good friend, okay? So that's what happens, okay? Don't just trust yourself with others. If you want to do something better in your life, just compare yourself with yesterday's you, not with somebody else, okay? Last one is reward yourself. Like I always tell in every video, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, റിവാർഡ് കൊടുക്കുക. നിങ്ങൾ എക്സസൈസ് ഉണ്ടെങ്കിൽ റിവാർഡ് കൊടുക്കുക, നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ കാര്യങ്ങൾ റെഡി ആക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ റെഡി ആക്കണമെങ്കിൽ റിവാർഡ് യുവർ സെൽഫ്. ബിക്കോസ് നമ്മളാണ് നമ്മുടെ പാരൻ്റ് ആവേണ്ട ആൾ. അപ്പം നമ്മളാണ് നമുക്ക് റിവാർഡ് ചെയ്യണ്ടേ. നമ്മുടെ പാരൻസിന് അറിയില്ല നമ്മൾ എന്താണ് സ്റ്റെപ്പ് അടുത്ത് വെക്കാൻ പോണേ. അവർക്ക് ആക്ച്വലി നമ്മുടെ ലാസ്റ്റ് ഔട്ട്കം കഴിഞ്ഞതിന് ശേഷം അറിയുള്ളൂ നമ്മൾ എന്താ ചെയ്തതെന്ന്. അപ്പോൾ ഒരു റിവാർഡ് നമുക്ക് തരായിരിക്കും. ബട്ട് നമ്മളുടെ ഓരോ ബേബി സ്റ്റെപ്സ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ്
റിവാർഡ് യുവർ സെൽഫ്. ഓക്കെ, സെൽഫ് ലവും ലവ് യുവർ സെൽഫ് ഒക്കെ അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. സോ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് മൂവി റെക്കമെൻഡേഷൻസ് ആണ്. ഞാൻ ഈ പഠിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റുകളൊക്കെ പഠിക്കേണ്ടി വരുമ്പോൾ ഒക്കെ ഞാൻ എന്നെ ഒന്ന് സെൽഫ് മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ സ്ട്രെസ് ഫ്രീ ആക്കാനായിട്ട് ചെയ്തോ കുറച്ച് സീരീസ് ആണ് ഞാൻ പറയാൻ പോണത്. ലൈക്ക് ഫസ്റ്റ് വൺ ഈസ് ഗിൽമോർ ഗേൾസ്. ഒബ്വിയസ്ലി ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇറ്റ്സ് ജസ്റ്റ് എ മദർ ആൻഡ് ഡോട്ടർ റിലേഷൻഷിപ്പ്. അതിനെ പറ്റിയിട്ട് എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. ജസ്റ്റ് അതിൽ റോറി ഗിൽമോർ ക്യാരക്ടർ ഉണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ സീരീസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദ സ്റ്റാർട്ടിങ് സീസൺ 1 വാസ് സോ ഗുഡ്. സോ ഷീ ഈസ് ലൈക്ക് ഒരു ഇൻസ്പയർഡ് എന്ന് വെച്ചാൽ അത്ര ഇൻസ്പിറേഷൻ ഇല്ലെങ്കിലും she loves to study. Okay, അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് kind of my vibe. So if you are like if you are girls and if you are into girly things, then watching Gilmore Girls does make sense. Okay, അത് കുറച്ച് നല്ല രസമാണ് കാണാനായിട്ട്. സെക്കൻഡ് വൺ ഇസ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ഇതൊരു എന്താ പറയുക, ഭയങ്കര മോട്ടിവേറ്റഡ് ഇൻസ്പയർഡ് കൈൻഡ് ഓഫ് മൂവിയാണ്. ആൻഡ് എവ്രി വൺ ഷുഡ് വാച്ച് ഇറ്റ്. ആൻഡ് ഐ ഗെസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ, ബിക്കോസ് അതൊരു ഫേമസ് മൂവിയാണ്, പോപ്പുലർ ആണ് അത് ഭയങ്കരമായിട്ട്. തേർഡ് വൺ ഇസ് ലൈക്ക് ലീഗലി ബ്ലോണ്ട് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയാണ്. അതിന് 2 സീസൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു പെർട്ടിക്കുലർ ആക്ട്രസ് ലൈക്ക് മെയിൻ ക്യാരക്ടർ ഒരു അഡ്വക്കേറ്റ് ആവണ ഒരു സിനാരിയോ ആണ്. ഷീ ഈസ് ഓൾവേസ് കൺസിഡർഡ് ഡം ബട്ട് ഷീ ഈസ് ആക്ച്വലി നോട്ട്. ഒരു സീരീസിൽ ഷീ ഡു ലവ് പിങ്ക് and she wears pink everywhere and people just consider herself as like her as a dumb because she loves pink. But she achieved a lot. Okay, അപ്പോൾ ആ ഒരു സെൻസിൽ ഞാൻ ആ സീരീസ് അല്ലെങ്കിൽ ആ സിനിമ കാണുമ്പോൾ it just makes me happy. So ദാറ്റ്സ് ഓൾസോ ഇത് ഭയങ്കര മോട്ടിവേഷൻ അല്ലെങ്കിലും അതിൽ കുറേ ഫൺ തിങ്സ് ഉണ്ട്. അതിൽ അത്യാവശ്യം നല്ല മോട്ടിവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു റിലാക്സ് മൈൻഡ് സെറ്റിൽ കാണുന്ന കുറച്ച് ഫിലിംസ് ആണ്. ഓക്കെ, ആൻഡ് വേറൊരു സീരീസാണ് ഗോസിപ്പ് ഗേൾസ്. അതൊരു സ്കൂൾ കോളേജ് റിലേറ്റഡ് ഒരു സീരീസാണ്. അതിൽ കുറച്ച് അധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് ബ്ലെയർ വാൾഡോർഫ്. ബിക്കോസ് അവള് ലൈക്ക് ഷീസ് ലൈക്ക് അവളുടെ എയിമിലേക്ക് എത്താൻ കാണിക്കണ ഓരോ കാര്യങ്ങളും ഒക്കെ ഇറ്റ് ജസ്റ്റ് ഇൻസ്പയർസ് മീ. ആൻഡ് ദർ ആർ ലോട്ട്സ് ഓഫ് അതർ മൂവീസ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ബാക്കിയുള്ള മൂവീസ് ഒന്നും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിപ്പോൾ വലിയ ടൈമൊന്നും കിട്ടാറില്ല കാണാനായിട്ട്. ബട്ട് ഐ ഡു ലവ് ടു വാച്ച് അതർ മൂവീസ്. ആൻഡ് ഇനി വല്ല മൂവീസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാം. ഓൾസോ ഇഫ് യു നോ അതർ മൂവീസ് ജസ്റ്റ് comment below. എൻ്റെ ഒരു favorite movie ലിസ്റ്റിൽ ആഡ് ചെയ്യാനായിട്ട് it will be useful. So yeah, that's for the video. And also remember that studying for long hours is not a sign of punishment. It's something that you are doing for your future self. നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണ ഒരു കാര്യമാണ് ഇത്. ലൈക്ക് എഫക്റ്റീവ്ലി സ്റ്റഡി ചെയ്യുക. വെറുതെ ഞാൻ 8 മണിക്കൂർ 7 മണിക്കൂർ പഠിച്ചെന്ന് പറയാണ്ട് ജസ്റ്റ് give it your effort. Okay, love what you're doing. Okay, then if you love something, effort's gonna come along with them. So it's a flow state തന്നെ വന്നോളൂ. So yeah, that's it for the video and we will see you in the next video. Till then, bye.